സ്വാഗതം. പെരുമ്പടപ്പിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ വീണു. കുഞ്ഞു മരണപ്പെട്ടു. അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. മലപ്പുറം പെരുമ്പടപ്പ് വന്നേരി സ്വദേശിനി പേരാത്തിയിൽ ഹസീന, ഇവരുടെ 2.5 വയസ്സുള്ള മകൾ ഇഷ മെഹർ എന്നിവരാണ് രാവിലെ പെരുമ്പടപ്പ് പട്ടേരിക്കുന്നിലെ ഭർത്തൃവീട്ടിലെ കിണറ്റിൽ വീണത്. കീഴ്ശ്ശേരി മഞ്ചേരി റൂട്ടിൽ കുഴിയമ്പറമ്പ് മില്ലിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വളാഞ്ചേരി വട്ടപ്പാറയിൽ ബസ് മരത്തിലിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെയും നടക്കാവിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാത്രിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ തിരൂർ SIയെയും സിവിൽ പോലീസ് ഓഫീസറെയും മർദ്ദിച്ച പ്രതി പിടിയിൽ. മംഗലം കൊപ്പയിൽ വീട്ടിൽ അജയനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ ഭൂരഹിതരായ 567 ആദിവാസി കുടുംബങ്ങൾക്ക് അനുവദിച്ച ഭൂമിയുടെ പട്ടയം ജനുവരി 22-ന് വിതരണം ചെയ്യും. ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ വനം വകുപ്പ്, റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ പട്ടയമാണ് നൽകുന്നത്. നറുക്കെടുപ്പിലൂടെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി പ്ലോട്ടുകളാക്കി നൽകിയിരുന്നു. ഇവയുടെ പട്ടയമാണ് വിതരണം ചെയ്യുക. അപകടക്കിടയൊരുക്കി കുന്നുമല്ലിലെ നടപ്പാതകൾ. മഞ്ചേരി റോഡിൽ കോട്ടക്കുന്നിലേക്കുള്ള വഴിയിൽ ഓടയ്ക്ക് കുറുകെ ഇരുമ്പ് പൈപ്പ് അടർന്നു പോയതിനെ തുടർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ കാൽനടയാത്രക്കാരൻ ഗർത്തത്തിൽ വീണു. ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ട്രോഫി സ്കൈ ബ്ലൂ എടപ്പാളിന്. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനെ പരാജയപ്പെടുത്തിയാണ് സ്കൈ ബ്ലൂ എടപ്പാൾ വിജയികളായത്. ജേതാക്കൾക്ക് MDM NM മെഹർ അലി ട്രോഫി വിതരണം ചെയ്തു. ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പൊന്നാനി മുല്ലാറോഡ് സ്വദേശി അൻസാർ, മുഹമ്മദ് ഷഫീഖ്, മുക്കാടി സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ കൈക്കും കാലിലും പരിക്കേറ്റ പുതുപ്പൊന്നാനി സ്വദേശി മൊയിന്റെ അകത്ത് ഫിറോസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.